Reflex Tech വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹെവി ആയിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിലും ഞാൻ താഴെ എഴുതാറുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിലും എഴുതാറുണ്ട്. അതിനകത്ത് എത്ര വാട്ട്, എന്തൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ, എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നു, ഇതിൻ്റെ വില വിവരങ്ങൾ, ഇതെല്ലാം ഡീറ്റെയിൽ എഴുതാറുണ്ട്. അതാരും ചെക്ക് ചെയ്യാറില്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ ബോർഡാണ്. അതിനകത്ത് ഒരു ബോർഡിനകത്ത് 4 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ബോർഡിൽ കൂടിയിട്ട് 8 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ ചാനലിലും 200 + 200 ലഭിക്കുന്നത്. നമുക്ക് 2 ചാനലും കൂടി 400 വാട്ട് ലെഫ്റ്റ് റൈറ്റിൽ നിന്ന് മാത്രം ലഭിക്കും. ഇതിൽ NJW ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 03, 02, NJW 0281. അങ്ങനത്തെ 8 ട്രാൻസിസ്റ്ററാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടി സെയിം തന്നെയാണ്. യൂണിവേഴ്സലിൻ്റെ ബോർഡാണ് ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 6 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ NJW സീരീസ് തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് 300 വാട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് 10 ഇഞ്ച് 12 ഇഞ്ച് എല്ലാം ലോഡാവും. ഇതിനകത്ത് കൂടുതലും നമ്മൾ JBL ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതുകൂടാതെ G-Techൻ്റെ ഒരു സബ്വൂഫർ ഫിൽറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. BT ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ തന്നെയാണ്. യൂണിവേഴ്സലിൻ്റെ ഒരു 2.1 ബേസും ട്രബിളും സബ്വൂഫറിൻ്റെ ഓളിയും വന്ന ഒരു BT ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറും പവർ സപ്ലൈ ബോർഡൊക്കെ നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ്. നമ്മുടെ തന്നെ സ്വന്തം പവർ സപ്ലൈ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ഫോമർ ടൊറോയിഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വോൾട്ടേജുകൾ എടുത്തിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ള് അക്രിലിക്കിൽ തന്നെയാണ്. ഫ്രണ്ട് പാനലിൽ നമ്മൾ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഔട്ടർ ലൈനായിട്ട് നമ്മളൊരു മാറ്റ് ഫിനിഷിലുള്ള അക്രിലിക് പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെൻറ്റർ പോർഷനായിട്ട് വന്നിരിക്കുന്നത് ഗ്ലോസിയിലാണ്, ഗ്ലാസ് ടൈപ്പിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് ഒരു മാസ്റ്റർ വോളിയം കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 ചാനലിൻ്റെ വോളിയം ഒരേ ടൈമിൽ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ വോളിയാണ്. അതുകൂടാതെ സബ്വൂഫറിൻ്റെ വോളിയം, അതിൻ്റെ ബേസ്, ട്രിബിൾ, ഇത്രയൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഇൻപുട്ട് സെലക്ടർ വന്നിട്ടുണ്ട്. ഓക്സ് 1, ഓക്സ് 2 USB സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻപുട്ട് സെലക്ടറാണ് ഫ്രണ്ട് പാനലിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് പാനലിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അക്രിലിക് പാനൽ തന്നെയാണ്. മാറ്റ് ഫിനിഷിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ഓക്സിലറി ഇൻപുട്ടും അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ഒരു സബ്വൂഫറിനുള്ള ഔട്ട്, ലെഫ്റ്റ് റൈറ്റ് ചാനലിനുള്ള ഔട്ട്, ഇത് 3ഉം കൊടുത്തിരിക്കുന്നത് ബനാന സോക്കറ്റിലാണ്. പിന്നെ ഒരു പവർ ഇൻപുട്ട് സോക്കറ്റാണ്. അതിൽ ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടി തന്നെയാണ് അതിലും വന്നിരിക്കുന്നത്. ബാക്ക് പാനൽ നമ്മൾ അക്രിലിക് പാനൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സമയം കളയേണ്ട, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ പവർ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് AC കോഡിൻ്റെ സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ നമ്മുടെ പേരിൽ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. പിന്നെ നമ്മുടെ പേരിൽ തന്നെയുള്ള പവർ സപ്ലൈ ബോർഡാണ് പല രീതിയിൽ സപ്ലൈ എടുക്കാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് സബ്വൂഫറിന് വേണ്ടിയിട്ട് 55-0-55 DC വോൾട്ടും അതുപോലെ തന്നെ 2 ചാനലിന് വേണ്ടി എടുത്തിരിക്കുന്നത് 35-0-35 DC വോൾട്ടാണ്. മറ്റുള്ള ടാപ്പിംഗ് ഒക്കെ വന്നിരിക്കുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഈ BT ബോർഡ്, പിന്നെ ഫാനിന് വേണ്ടി എല്ലാം സെപ്പറേറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ 10,000-ൻ്റെ 61 വോൾട്ട് നമ്മൾ 4 കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നു. 2 കപ്പാസിറ്റർ സബ്വൂഫറിന് വേണ്ടി, 2 കപ്പാസിറ്റർ ചാനലിന് വേണ്ടിയാണ്. പിന്നെ BT ബോർഡിനുള്ള ഡുവൽ സപ്ലൈ എടുത്തിട്ടുണ്ട്, സിംഗിൾ സപ്ലൈ. അതുപോലെ തന്നെ ഫാനിന് വേണ്ടി സെപ്പറേറ്റ് തന്നെ നോയ്സും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഫാനിന് കൊടുത്തിരിക്കുന്നത്. 2 ഫാനാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് BT ബോർഡ്, അതായത് ബേസും ട്രിബിളായിട്ടുള്ള ബോർഡ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സലിൻ്റെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് NEC ജപ്പാൻ എന്ന് പറയുന്ന ഒരു IC ആണ്, UPC വെച്ചിട്ടുള്ള IC. പിന്നെ G-Techൻ്റെ ഒരു സബ് പ്രീ ബോർഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സബ് പ്രീ ബോർഡ് സെപ്പറേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. USB പാനലും ഇവിടെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് ചാനലിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ ബോർഡ് തന്നെയാണ്. അതിനകത്ത് NJW സീരീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. NJW 03, 02, NJW 0281. അങ്ങനത്തെ നമ്മൾ ബ്രിഡ്ജ് ബോർഡാണ് 2 ബോർഡ് എടുത്തിരിക്കുന്നത്. 2 ബ്രിഡ്ജാണ് എടുത്തിരിക്കുന്നത്. ഒരു ചാനലിൽ വന്നിരിക്കുന്നത് 4 ട്രാൻസിസ്റ്ററാണ്. അങ്ങനെ 8 ട്രാൻസിസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഓരോ ചാനലിൽ 200 വാട്ട് വീതമാണ് നമുക്ക് 4 amps ലഭിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വലിയ ഹീറ്റ് സിങ്കിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്.
വീണ്ടും നമ്മൾ സബ്വൂഫറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് NJW സീരീസ് തന്നെയാണ്. ഇതിനകത്ത് 6 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 300 വാട്ടാണ് നമുക്ക് സബിന് ലഭിക്കുന്നത്. നമുക്ക് JBL പോലെയുള്ള സബ്വൂഫറൊക്കെ നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യും. പിന്നെ കൊടുത്തിരിക്കുന്നത് പവർട്രിക്കിൻ്റെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം സ്പീക്കർ ഔട്ടുകൾ, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെയും സബ്വൂഫറിനുള്ള നമ്മളെല്ലാം ബലാന സോക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. ഇത് ഓക്സിലറി ഇൻപുട്ടാണ്. നമ്മൾ ഷീൽഡ് വയർ ഉപയോഗിച്ചാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും കൂടുതലും ഷീൽഡ് വയറുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, നോയ്സോ കാര്യങ്ങളില്ലാതിരിക്കാൻ വേണ്ടി. 2 ഓക്സിലറി ഇൻപുട്ടും ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. 2 ഫാനാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെയും ഉൾവശം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ബുക്ക് ഷെൽഫ് 6 ഇഞ്ച് വെച്ചിട്ടുള്ള ഒരു 2-way ബോക്സും നമ്മൾ കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന സോണിയുടെ 12 ഇഞ്ച് സബ്വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. Straight to the ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയലും കണ്ടുവരിക്കും, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും കേട്ടിരിക്കും. ഓഡിയോയ്ക്ക് ചില സമയത്തൊക്കെ നല്ലതായിരിക്കും. കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സോങ്സ് ഇടുന്നത്. പിന്നെ ഇതിൻ്റെ വില വിവരങ്ങൾ എഴുതുന്നത് നമ്മൾ ആംപ്ലിഫയറിൻ്റെ മാത്രമാണ് വില വിവരങ്ങൾ എഴുതുന്നത്. ഈ 2 ബുക്ക് ഷെൽഫ് ഈ ആംപ്ലിഫയറിൻ്റെ കൂടെ ഉള്ളതല്ല, നമ്മൾ ഓഡിയോ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു വേറെ ആംപ്ലിഫയറിന് കൂടിയിട്ട് 2.1 വേണ്ടി കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ്. വില എഴുതുന്നത് ആംപ്ലിഫയറിൻ്റെ മാത്രമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കോൾ വിളിക്കുക. വാട്സപ്പ് കോൾ, IMO കോൾ, നോർമൽ കോൾ ഏതായാലും കുഴപ്പമില്ല. ചാറ്റിംഗ് മാക്സിമം ഒഴിവാക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.